കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF അധികാരത്തിലെത്തുമെന്ന പ്രവചനവുമായാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത്. 8 എക്സിറ്റ് പോൾ സർവേകളിലും UDFന് നേരിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നായിരുന്നു പ്രവചനം. എക്സിറ്റ് പോളിനെയാണോ എക്സാറ്റ് പോളിനെയാണോ LDF വിശ്വസിക്കുന്നത്? എക്സിറ്റിൽ LDFന് ഉത്കണ്ഠയില്ലെന്ന് CPM പറയുമ്പോൾ പ്രവചനങ്ങൾ നൽകുന്നത് വിജയസൂചന എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. കേരളത്തിൽ LDF വീണ്ടും അധികാരത്തിൽ വരും, ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വ്യക്തമായി. പ്രവചനങ്ങളിൽ പിണറായി വിജയൻ ലഭിക്കുന്ന ജനപിന്തുണ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അംഗീകാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. പ്രതികരണത്തിലേക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ രണ്ട് കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. രണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് പിണറായി വിജയനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. പ്രവചനങ്ങൾ യഥാർത്ഥ വിധിയല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നു. ഭരണ തുടർച്ചയുണ്ടാകും, എത്ര സീറ്റ് LDFന് എന്ന് പ്രവചിക്കാനാകില്ലെന്നും LDF കൺവീനർ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോള് അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല. ഈ എക്സിറ്റ് പോളിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പേരൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ അവർക്കെല്ലാം ലഭിച്ച അംഗീകാരത്തേക്കാൾ കൂടുതൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഒരു തരത്തിലും പ്രകടമല്ല എന്നതാണ് യാഥാർത്ഥ്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജുണ്ട്. അർജുൻ, ഈ എക്സിറ്റ് പോൾ ഫലം വരുമ്പോൾ ഒരു വലിയ തരംഗമില്ല എന്നതാണ് LDF ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം. നേതാക്കളുടെ പ്രതികരണം ആ തരത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് എക്സിറ്റ് പോളിനെ LDF നോക്കിക്കാണുന്നത്? നേതാക്കളുടെ പ്രതികരണം എങ്ങനെയാണ്? LDFനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ഇപ്പോൾ നഷ്ടപ്പെടേണ്ടതില്ല എന്ന് വിലയിരുത്തുന്ന തരത്തിലുള്ള എക്സിറ്റ് പോളുകളാണ് വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ 2 സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേർന്നിരുന്നു. ഭരണ തുടർച്ച പ്രവചിക്കപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെയാണ് വിലയിരുത്തിയതെങ്കിൽ കൂടിയും ചില അടിയൊഴുക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ മണ്ഡലം കമ്മിറ്റികളുടെ റിപ്പോർട്ടിലടക്കം ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അടക്കം ചില ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കമ്മിറ്റികളുടെ വിലയിരുത്തൽ. എങ്കിൽ കൂടിയും ഭരണം നേടാം എന്ന് പറയുമ്പോഴും ഒരു ആശങ്ക ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭയിലെയും ഒക്കെ ഒരു തിരിച്ചടി അപ്രതീക്ഷിതമായി ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ എക്സിറ്റ് പോൾ വരുമ്പോൾ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് ഒരു പരിധിവരെ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. അത് 60 സീറ്റുകൾ എല്ലാ UDFന് ഭരണം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളാണെങ്കിൽ കൂടിയും ശരാശരി 60 സീറ്റിനടുത്ത് LDF പിടിക്കും ഇത്തവണ എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആഞ്ഞടിക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഒരു എക്സിറ്റ് പോളുകളും LDFനെതിരായി പറയുന്നില്ല എന്നുള്ളതാണ്. ഒരു 90 സീറ്റ് പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ശക്തമായ മത്സരത്തിനൊടുവിൽ UDF വിജയിക്കും എന്ന പ്രതീതിയാണ് എക്സിറ്റ് പോളുകൾ വഴി നൽകുന്നത്. അതാണ് LDFന്റെ ആത്മവിശ്വാസത്തിന്റെ ഘടകവും. 60 സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ചില ഇടങ്ങളിൽ കൂടി ജയിച്ച് അധികാരത്തിലെത്താം എന്നാണ് ഈ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ UDFന് അനുകൂലമാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നെങ്കിൽ LDFന് ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിക്കുന്ന നിലയിലേക്ക് എക്സിറ്റ് പോളുകൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാം. 60 സീറ്റ് ലഭിച്ച് ബാക്കി ശക്തമായ മത്സരങ്ങളിലെ ചില സീറ്റുകൾ കൂടി പിടിച്ച് ഒരു 75 സീറ്റിനടുത്തേക്ക് ജയിച്ചു കയറാം എന്ന് LDF ക്യാമ്പ് ഇപ്പോൾ പ്രതീക്ഷ വെക്കുകയാണ്. അരുണ്യ, അതാണ് എക്സിറ്റ് പോൾ വരുമ്പോൾ വലിയ തരംഗമുണ്ടാകുന്നതിൽ എന്നിടത്താണ് LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. നിലവിൽ അങ്ങനെ ആത്മവിശ്വാസം ഇല്ലാതിരിക്കേണ്ട സാഹചര്യം CPMന് ഇല്ലാതാനും LDFന് ഇല്ലാതാനും. അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.